ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു A4 ഷീറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം. അപ്പോൾ വെറും വൈറ്റ് കളർ പേപ്പർ മാത്രം ഉപയോഗിച്ചിട്ടാണ്. ഒരു പശയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. പശയൊന്നും ഉപയോഗിക്കാതെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് A4 ഷീറ്റാണ്. പക്ഷേ ഇത് A4 ഷീറ്റിന് വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും വെള്ള പേപ്പർ, ഇത് പഴയ ബുക്കിലുള്ള വെള്ള പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ, അതായാലും മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് കുറച്ച് പീസുകളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് മടക്കി കൊടുക്കുക, ഇതേപോലെ ഒന്ന് കുത്തരം മടക്കി കൊടുക്കുക. എന്നിട്ട് അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് അമർത്തി കൊടുത്തിട്ട് മടക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കത്രികേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ 2 പീസ് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കത്രികയൊന്നും ഉപയോഗിക്കാതെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ 2 പീസ് തൽക്കാലം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുക്കണം. ഇത് എൻ്റെ അടുത്തുണ്ടായിരുന്ന ബ്രഷ് പെന്നാണ് കേട്ടോ. ബ്രഷ് പെൻ മീൻസ് നമ്മുടെ ഈ ഒരു സാധാരണ മാർക്കർ പെന്ന് പോലെ ഒന്നുമല്ല. ജസ്റ്റ് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ സ്പ്രെഡാവും ഈ ഒരു പെന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു പെന്ന് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഈ ഒരു റെഡ് കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഹാഫ് റെഡ് കളറും ഹാഫ് ഇതേപോലെ തന്നെ നമ്മൾ യെല്ലോ കളറും കൂടിയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വാട്ടർ കളറിൻ്റെ ബ്രഷ് പെന്നായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ രണ്ടിനും നമ്മൾ ആദ്യം തന്നെ റെഡ് കളർ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ടില്ല, പകുതി വരെ നമ്മൾ ഈ ഒരു ലെങ്ത്ത് അവസാനം വരെ ഈ ഒരു റെഡ് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും ചെയ്യും, പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. നമ്മുടെ സാധാരണ സ്കെച്ച് പെന്ന് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ, അതായത് ഈ ഒരു വിട്ട ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് മുഴുവനായിട്ട് യെല്ലോ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളർ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഏതാണ്ട് മാച്ച് ചെയ്യുന്ന കളർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് ബ്ലൂ ഒക്കെയാണ്, ലൈറ്റ് ബ്ലൂ ഒക്കെയാണ്. അപ്പോൾ അതൊന്നും ഒരു പൂവിൻ്റെ കളറായിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. പക്ഷേ ഇതാണ് കുറച്ചും കൂടെ മാച്ച് ചെയ്യാൻ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്തത്. ഇനിയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഇതേപോലെ വെള്ളമാക്കി കൊടുക്കുകയാണ്. നമ്മൾ കളർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കളർ ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൽ നമ്മളിതുപോലെ ഒരു ഫിംഗറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വെള്ളം ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് കൊടുക്കുക. അപ്പം ആ ഒരു പെയിൻറ്റ് സ്പ്രെഡ് ആവാൻ തുടങ്ങും. ജസ്റ്റ് നമുക്ക് അതാക്കുന്ന ടൈമിൽ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ വെള്ളം നനച്ചിട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം എടുത്തിട്ട് ഒഴിക്കൊന്നും ചെയ്യരുത്. ജസ്റ്റ് നമ്മൾ ഫിംഗർ ഒന്ന് നനക്കുക, എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു കളർ ചെയ്ത് ആ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് തൊട്ട് ഇങ്ങനെ ആക്കുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ പെയിൻറ്റ് ഇളകും, ആ ഒരു കളർ ഇളകും. അപ്പോൾ ഇളകി ആ ഷെയ്ഡ് ഇങ്ങനെ 2 ഷെയ്ഡിലായിട്ട്, അപ്പോൾ വേറെ തന്നെ ഒരു ഷെയ്ഡ് കിട്ടും നമുക്ക് രണ്ടും കൂടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പെയിൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡായി ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് കിട്ടിയെന്ന് അറിയുന്ന ടൈമിൽ നമ്മളിത് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. ഞാൻ ഏകദേശം ഒരു 3-4 മണിക്കൂറൊക്കെ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം നമ്മളിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ രൂപം ഉണ്ടാവുക. ഇതിങ്ങനെ ഈ ഒരു പെയിൻറ്റ് നല്ല രീതിയിൽ സ്പ്രെഡായി കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഫ്ലവർ ആക്കി എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആ ഒരു മേലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊരു ചെറിയൊരു തുമ്പ് ഇതേപോലെ മടക്കി കൊടുക്കുക. ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നല്ല രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ഒരു ബാമ്പു സ്റ്റിക്കാണ് കേട്ടോ, ഒരു കുട്ടി ബാമ്പു സ്റ്റിക്ക്. അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ പ്ലേറ്റ് ഇട്ടിട്ട് ഇതേപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ സാരിക്കൊക്കെ പ്ലേറ്റ് ഇടുമ്പോൾ ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു മുകളിലത്തെ ആ ഒരു ഭാഗങ്ങളുണ്ടല്ലോ, ജസ്റ്റ് മടങ്ങി പോകുന്ന ടൈമിൽ അതൊന്ന് നിവർത്തി കൊടുക്കുക. പിന്നെ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് ചെറിയ രീതിയിൽ കീറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുൻപ് 2-3 ഉണ്ടാക്കി വെച്ചതാണ്, പക്ഷേ അതൊന്നും കീറിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ജസ്റ്റ് ഒരു തുമ്പ് കീറിയിട്ടുണ്ടായിരുന്നു. ഞാനിത് മടക്കുന്ന ടൈമിൽ ചെറിയ രീതിയിൽ അത് കീറി വന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമ്മളത് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റബ്ബർ ബാൻഡിന് പകരം നൂല് ഉപയോഗിച്ചാൽ മതി, നൂലും ബെറ്ററാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഒരെണ്ണം കൂടെ കാണിക്കട്ടോ. ഞാൻ 5-6 ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ 2 വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് നമ്മൾ ആ ഒരു മേലത്തെ ഭാഗം ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതേപോലെ ഒരു ബാമ്പു സ്റ്റിക്ക് എടുക്കുന്നു. ബാമ്പു സ്റ്റിക്കിന് പകരം ഈർക്കിലെടുക്കാം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നൈസ് കമ്പികളും കാര്യങ്ങളൊക്കെ എടുക്കാം. ഈർക്കിലായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ നൈസ് കമ്പിനെക്കാട്ടും. അപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് എടുത്തിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഷേപ്പിലാവുമ്പോൾ തന്നെ അത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ആയി കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ടൈമിൽ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. A4 ഷീറ്റിനേക്കാളും നല്ലത് നമ്മുടെ ഈ ഒരു ബുക്കിലൊക്കെ ഉള്ള പഴയ പേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. ഈ ഒരു ട്രിക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആ ഒരു പേപ്പറൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ A4 ഷീറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അവസാനത്തെ ആ ഒരു ഫ്ലവറും കൂടെ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നല്ല രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് മുറുക്കി കൊടുക്കുക. പിന്നെ ഞാൻ നൂല് ഉപയോഗിച്ചിട്ട് 2-3 നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു A4 ഷീറ്റ് വെച്ചിട്ട്. ഇതിൽ കൂടുതലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ ഒരൊറ്റ A4 ഷീറ്റിലാണ് 5 ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. 6 7 കിട്ടും കേട്ടോ ഒരു A4 ഒരു പേപ്പറിൽ നിന്നും. അപ്പോൾ ഇതിൽ ഇനി കൂടുതൽ ഭംഗി വേണമെന്ന് ആവശ്യമുള്ളവർക്ക് ഇതിനൊരു നമ്മുടെ ഗ്രീൻ ലീഫൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ തണ്ടൊക്കെ സെറ്റാക്കി കൊടുക്കാം. പക്ഷേ ഇതിങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തൃപ്തിയായി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഭംഗിയെന്ന് തോന്നിയതുകൊണ്ട് ഞാനിതിൽ കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 1 രൂപേൻ്റെ ഒരു വെള്ള പേപ്പർ വാങ്ങിയിട്ട് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടാണല്ലോ. എനിക്കിത് നമ്മുടെ പോട്ടിലൊക്കെ ഇട്ട് വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഇതിനനുസരിച്ചുള്ള പോട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഞാനിങ്ങനെ വീഡിയോ എടുത്തു, അതിനുശേഷം എൻ്റെ അടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒത്തിരി സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പലതും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ടാറ്റാ.